ന്യൂനപക്ഷ സെമിനാറിനുള്ള കൊച്ചിയിലെ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ യോഗം നടക്കുമ്പോൾ മന്ത്രി കൊച്ചിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ന്യൂനപക്ഷ സംഘടനാ നേതാക്കളും വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ യോഗത്തിനെത്തിയെങ്കിലും മന്ത്രി എത്തിയില്ലെന്നാണ് പറയുന്നത്. ഒക്ടോബർ 16 ഫോർട്ട് കൊച്ചിയിലാണ് ന്യൂനപക്ഷ സെമിനാർ നടക്കുന്നത്. എം കെ ഷുക്കൂർ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന്. ഷുക്കൂർ, എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്? അബ്ദുറഹ്മാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭ്യമാവുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം പങ്കെടുക്കാതെ മടങ്ങിയത്? സൈഫുദ്ദീൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിപാടികൾ നടപ്പിലാക്കി അവരുമായി കൂടുതൽ അടുക്കുക എന്ന സർക്കാരിന്റെ നയത്തിന്റെ കൂടി ഭാഗമാണ് ഈ ന്യൂനപക്ഷ സെമിനാർ. നമ്മളത് നേരത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ന്യൂനപക്ഷ സംഗമം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പിന്നീട് സർക്കാർ അത് വിശദീകരിച്ചു. അതിന്റെ ഉദ്ദേശം എന്ത് തന്നെയായാലും അത് ന്യൂനപക്ഷ സെമിനാറാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. എന്തായാലും നമ്മളിപ്പോൾ ന്യൂനപക്ഷ സെമിനാർ എന്ന് തന്നെ അത് പറയുകയാണ്. ഈ പരിപാടി ഒക്ടോബർ 16 ഫോർട്ട് കൊച്ചി വെളി കടപ്പുറത്ത് നടത്താനായി ഇന്നലെ സംഘാടക സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട് സർക്കാർ രൂപീകരിച്ച വിവിധ കമ്മീഷനുകൾ, ബോർഡുകൾ, ഇതിന്റെ എല്ലാം തലവന്മാരും പങ്കെടുത്ത ഒരു സംഘാടക സമിതി യോഗമാണ്. ഇതിന്റെ മുഖ്യ രക്ഷാധികാരി ന്യൂനപക്ഷകാര്യ മന്ത്രി വി അബ്ദുറഹ്മാനാണ്. എന്നാൽ വി അബ്ദുറഹ്മാൻ ഇന്നലെ കൊച്ചിയിൽ ഉണ്ടായിട്ടും ആ സംഘാടക സമിതി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്നലെ കൊച്ചിയിലുണ്ടായിരുന്നു. അർജന്റീന ടീമിന്റെ ഒരു ഒഫീഷ്യൽ ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. അർജന്റീന ടീമിന്റെ കേരളത്തിലെ സൗഹൃദ മത്സരവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വിസിറ്റ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സമയം നീക്കിവെച്ച അദ്ദേഹം ഒരിക്കൽ പോലും കൊച്ചി നഗരത്തിൽ തന്നെ ഗസ്റ്റ് ഹൌസിൽ നടത്തിയ ഈ സംഘാടക സമിതി യോഗത്തിന്റെ ഭാഗമാകാൻ ശ്രമിച്ചില്ല. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ KJ മാക്സി MLA ആണ്. KJ മാക്സിക്കാണ് ഈ ന്യൂനപക്ഷ സെമിനാറിന്റെ നടത്തിപ്പിന്റെ മുഴുവൻ ചുമതലയും ഇപ്പോൾ അനൌദ്യോഗികമായാണെങ്കിലും ഔദ്യോഗികമായി തന്നെ സർക്കാർ നൽകിയിരിക്കുന്നത്. ഇന്നലെ ഈ യോഗത്തിൽ കേരള മദ്രസാ അധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കാരാട്ട് റസാഖ്, സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സബിൻ സമീദ്, കൊച്ചി രൂപത വൈസ് ചാൻസലർ ഫാദർ പ്രിൻസ് പുത്തൻ ചക്കാലക്കൽ, വരാപ്പുഴ രൂപത വികാരി ജനറൽ ഫാദർ മാത്യു കല്ലിങ്കൽ തുടങ്ങിയ വ്യക്തികളെല്ലാം തന്നെ പങ്കെടുത്തു. എന്നിട്ടും മന്ത്രി കൊച്ചിയിലുണ്ടായിട്ടും ഇവിടെ പങ്കെടുക്കാൻ തയ്യാറായില്ല.